ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എല്ലാം കൂടിയിട്ട് ഇൻഡസ്ട്രിയൽ ബാങ്കിനെ കുറിച്ചിട്ടാണ്. ഇൻഡസ്ട്രിയൽ ബാങ്കിന് നമ്മൾ മെയിനായിട്ട് ആദ്യമേ പറഞ്ഞു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സും സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സുമായിട്ട്. ഈ ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിലെ 8 ബാങ്കുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പല വീഡിയോസുകളിൽ ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ? IFCI, that means Industrial Financial Corporation of India, SIDBI, Small Industrial Development Bank of India, ICICI Limited, Bank Limited, the Industrial Credit Investment Corporation of India, then IDBI, Industrial Development Bank of India, പിന്നെ IIBI, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ദെൻ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ദെൻ നമ്മൾ പഠിച്ച എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, ദെൻ NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഓക്കെ, ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ടു. ഫസ്റ്റ് വൺ ഈസ് SFCs, that is State Financial Corporations. Second one is State Industrial Development Corporations, SIDS. ഫസ്റ്റ് നമുക്ക് പഠിക്കാം SFCs, സ്റ്റേറ്റ് ലെവലിലുള്ള ഫിനാൻസ് ബാങ്കിനെ കുറിച്ചിട്ടാണ് ആദ്യം പഠിക്കുന്നത്. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പ്രൈമറിലി ഫിനാൻഷ്യൽ ഏജൻസ് ആണ്. ഇവർ ആർക്കാണ് ലോൺസ് കൊടുക്കുന്നത്? മെയിൻലി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇൻ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇതിലെ കറൻ്റ്ലി നമുക്ക് 18 സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആണുള്ളത്. ഇവരെന്തിനാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേഷൻ, SFCയുടെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് 4 ഒബ്ജക്റ്റീവ്സ് ആണ്. ടു അച്ചീവ് ബാലൻസ്ഡ് റീജിയൻ ഡെവലപ്മെൻറ്റ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈമാണ്. എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ഡെവലപ്മെൻറ്റ് ആവുന്നത്, അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും ഒരുപോലെ ബാലൻസ് ആയിട്ട് ഡെവലപ്മെൻറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി ഇൻ റൂറൽ ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡസ്ട്രീസ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റിൽ ഇൻഡസ്ട്രീസ് കൂടാൻ വേണ്ടിയിട്ടൊക്കെയാണ് SFCs ഉണ്ടായിരിക്കുന്നത്. SFC 1952ലാണ് കമ്പനീസ് ആക്ടിന് ശേഷം നമ്മൾ 1952ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ് ലെവലായതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും IDBI ആണ്. മുമ്പ് IDBIയിൽ നിന്ന് RBI ഉണ്ടായിരുന്നു. RBI ടേക്ക് ഓവർ ചെയ്തതിനു ശേഷം IDBI ആണ് SFCയുടെ ഷെയർസ് ഷെയർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ IDBIയും ആണ്. പിന്നെ അതിൻ്റെ എല്ലാ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു. ലോൺസ്, അഡ്വാൻസ്, സബ്സ്ക്രിപ്ഷൻ ടു ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അണ്ടർറൈറ്റിംഗ് ഓഫ് ന്യൂ ഇഷ്യൂസ്, ഗ്യാരണ്ടി ഓഫ് ലോൺസ് ഫ്രം തേർഡ് പാർട്ടീസ് ആൻഡ് ഡിഫേർഡ് പേയ്മെൻറ്റ്സ്. കോമൺലി ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് മെയിനായിട്ട് ചെയ്യുന്നത്. ലോൺസ് ആൻഡ് അഡ്വാൻസ് ആയിട്ട് മെയിനായിട്ട് അവർ കൊടുക്കുന്നത്. ഓക്കെ, അതർ ഫോംസ് ഓഫ് ഫിനാൻസ് അസിസ്റ്റൻസിനെക്കാട്ടിയും കൂടുതൽ ലോൺസ് ആൻഡ് അഡ്വാൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഡെവലപ്മെൻറ്റ് മീഡിയം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ ബിഗ് റോളാണ് പ്ലേ ചെയ്യുന്നത് SFCs. ഇനി നെക്സ്റ്റ് ആണ് SIDCs, അതായത് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ആണ്. സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞത് ഇത് ഫുള്ളി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഓക്കെ, അതായത് SFCs സ്റ്റേറ്റ് ഗവൺമെൻറ് IDBIയുടെയും കീഴിലായിരുന്നെങ്കിൽ, ഏർലിയർ RBI ആയിരുന്നു, ഇപ്പോൾ IDBIയുടെയും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ എൻറ്റേർലി സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലാണുള്ളത്. ഇന്ത്യയിൽ 28 സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓൾ ഓവർ കൺട്രി, അതായത് 28 ഈ ബാങ്ക് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ബൈ ദ വേ ലോങ്
ടേം ലോൺസ് ആയിട്ടും അണ്ടർ റൈറ്റിങ്ങും സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസും ഡിബഞ്ചേഴ്സ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് കമ്പനീസ് അണ്ടർ റൈറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്യാരണ്ടി ഫോർ ഡെഫേർഡ് പേയ്മെൻറ്റിന് ഗ്യാരണ്ടി കൊടുക്കുക, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അതായത് ഫീസിബിലിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കാൻ, ഇൻഡസ്ട്രിയൽ സർവീസിന്, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ഡെവലപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, ഇതൊക്കെ SIDC സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഫങ്ഷനാണ്. അതുപോലെ തന്നെ അവർ മെയിനായിട്ട് പ്രൈവറ്റ്സിന് കൊടുക്കുന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ഓൺടർപ്രണേഴ്സിന് ലോൺ കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ കാര്യം പറയണത്. അതായത് SIDC പറയണത്. ഇതിൽ ലോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോയിൻറ്റ് സെക്ടറും പബ്ലിക് സെക്ടറിനും കൊടുത്തിട്ട് ഓൺലി കുറച്ച് ഭാഗം മാത്രമാണ് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നുള്ളൂ. ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റിന് ജോയിൻറ്റ് സെക്ടറിൽ, അതായത് ജോയിൻറ്റ് സെക്ടർ പബ്ലിക് സെക്ടറിൽ കൊടുത്തിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് അവർ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊന്നും സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്. ഈ പോയിന്റിൽ നോക്കൂ, ഈ പോയിന്റ് ഞാൻ പറഞ്ഞത് ജോയിൻറ്റ് സെക്ടർ കൊടുക്കുന്നുണ്ട് എന്നുള്ള റെസ്റ്റ് ഓൺലി കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ നമുക്കിനി പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതോട് കൂടിയിട്ട് ഇൻഡസ്ട്രിയൽ ബാങ്കിൻ്റെ അതിൻ്റെ ഡിവിഷൻസും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ബാങ്കും വരണത് എന്തിൻ്റെ ബേസിൽ ബാങ്കുകളിനെ ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിന് എന്തിൻ്റെ ബേസിൽ ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ ബാങ്ക് വന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫങ്ഷൻ്റെ ബേസിസിൽ ബാങ്കുകളെ ഡിവൈഡ് ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ ഡിവിഷനാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിലാണ് 10 ബാങ്കിനെ കുറിച്ച്, ഇൻഡസ്ട്രിയൽ ബാങ്കിനെ കുറിച്ച് കീഴിൽ വരുന്ന 10 ബാങ്കിനെ കുറിച്ചാണ് ലാസ്റ്റ് കുറച്ച് ക്ലാസ്സിലായിട്ട് പറഞ്ഞത്. ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുന്ന അതർ പേരാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഞാനൊരു ഓവർവ്യൂ പോലെ ഈ സബ്ജക്റ്റിൽ ഇൻഡസ്ട്രിയൽ ബാങ്കിൻ്റെ സമ്മപ്പ് ഞാൻ ഈ ക്ലാസ്സായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കുകൾക്ക് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇവർ കൂടുതൽ മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസാണ് കൊടുക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് മെയിനായിട്ടും ഷോർട്ട് ടേം ലോൺസാണ് കൊടുക്കാറ്. ഇപ്പോൾ റീസെൻറ്റ് ഇയർ ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോങ് ടേം ലോൺസ് കൊടുത്തു തുടങ്ങി, ബട്ട് നോട്ട് മോർ ദാൻ 15 years. ഇവർ എല്ലാവരും ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് മെജോറിറ്റി കൊടുക്കുന്നത് 25 years താഴെയാണ്. ഓക്കെ, ഈ ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനെ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ, സെൻട്രൽ ലെവൽ, അത് അഗ്രികൾച്ചർ ലെവൽ, ഫോറിൻ ലെവൽ, അങ്ങനെയൊക്കെ പല ഡിവൈഡ് ചെയ്യുന്ന പല പിക്ക് ഞാൻ ഇമേജസ് അയച്ചിട്ടുണ്ട്. അങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് ബേസ് അഗ്രികൾച്ചറൽ ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്, സേവിങ്സ് ബാങ്ക്, ഇൻഡിജീനിയസ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ബാങ്കിനെ എല്ലാ ബാങ്കിനെ കുറിച്ച് ഒന്നുകൂടി സമ്മപ്പ് ചെയ്ത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.